മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്പർ എങ്ങനെയാണ് ടെക്സ്റ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാമ്പിൾ നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നമ്പറായ 156 എന്നുള്ള ഈ ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം കീബോർഡിൽ Ctrl F9 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൻ്റെ രണ്ട് എൻഡിലും ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ആയത് കാണാം. ഫസ്റ്റ് കർലി ബ്രാക്കറ്റിന് ശേഷം ഈക്വൽസ് ടു എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്പറിൻ്റെ എൻഡിലായിട്ട് \** ശേഷം കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 156 എന്നുള്ള ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റുകളിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. Ctrl F9 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫസ്റ്റിലെ കർലി ബ്രാക്കറ്റിന് ശേഷം ഈക്വൽസ് എന്ന് ടൈപ്പ് ചെയ്തു. നമ്പറിന് ശേഷം \** കാർഡ് ടെക്സ്റ്റ് \** ക്യാപ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്തതായി കൺവേർട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം കീബോർഡിൽ Ctrl F9 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കർലി ബ്രാക്കറ്റിന് ശേഷം ഈക്വൽസ് ടു നമ്പറിന് ശേഷം \** കാർഡ് ടെക്സ്റ്റ് \** ശേഷം ക്യാപിറ്റൽ ലെറ്ററിന് വേണ്ടി അപ്പർ ശേഷം റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ചെയ്ത ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. നമ്പർ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റിലേക്ക് മാറ്റുന്നതിന് ഈ ഒരു രീതി ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 1 മില്യൺ വരെയാണ് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതായത് 6 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമാണ് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് പോസിറ്റീവ് നമ്പർ മാത്രമേ ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ 1.49 എന്നുള്ളത് 1 ആയിട്ടും 1.50ക്ക് മുകളിലുള്ളത് 2 ആയിട്ടും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.